9th Standard Maths Chapter 4 page 73 question number 2. Second question. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്? അല്ലെ, ഡയഗണൽ സംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ് ഡയഗണൽ എന്ന് പറയുമ്പോൾ 6, 20, 10, 12 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡയഗണൽ സംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡയഗണൽ സംസ് അല്ലെ ഏതൊക്കെയാ? 20 plus 6 equal to 26. Then next ഏതാ വരുന്നത്? 10 plus 12 equal to 22. അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗണൽ സംസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഡിഫറൻസ്, ഇത് ഡയഗണൽ സംസ് കിട്ടി. ഇനി ഇതിന്റെ ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് ഈക്വൽ ടു എന്ത് വരും? ഡിഫറൻസ് ഈക്വൽ ടു 26 minus 22 equal to 4 എന്ന് കിട്ടി. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര അല്ലെ. ഇതിന് നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെന്ന് പറഞ്ഞത് അല്ലേ. കണ്ടോ, ഇത് 3യുടെയും ഇത് 4ന്റെ ഇത് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതുപോലെ മാറ്റി എഴുതാം അല്ലേ. അതായത് 6 എന്ന് പറയുമ്പോൾ 3 × 2 3 × 3 3 × 4 അല്ലേ. 4 × 2 4 × 3 4 × 4 ഉണ്ടോ. അങ്ങനെ 5 × 2 5 × 3 5 × 4 ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ രൂപത്തിൽ എഴുതും. ഇനി ഇതിനെ ഓൾജിബ്രായിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ സെറ്റിനെ എന്ത് റിലേഷൻ, നമ്മളിപ്പോൾ ആദ്യത്തേനെ എക്സ് എന്നും വൈ എന്നും കൊടുത്തു വിചാരിക്കുക. അതായത് ഈ ലെഫ്റ്റിൽ കിടക്കുന്നതിനെ എക്സ് എന്നും ഇതിവിടെ വൈ എന്നും കൊടുത്തു. അപ്പോൾ ഈ 3നെയാണ് എക്സ് എന്നും 2നെ വൈ എന്നും കൊടുത്തു. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? അതായത് നമ്മൾ എക്സ് അല്ലേ, എക്സ് എന്ന് പറയുന്നത് 3യും വൈ എന്ന് പറയുന്നത് 2 ആണ് എടുത്തിരിക്കുന്നത്. 3 × 2 എന്ന് പറയുമ്പോൾ എക്സ് × വൈ അല്ലേ. അപ്പോൾ എക്സ് വൈ എന്ന് വന്നു. ഇനി നെക്സ്റ്റ് നോക്കിയേക്കെ, ഇവിടെയൊക്കെ 3 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് തന്നെ വരുള്ളൂ? എക്സ് എന്ന് തന്നെ വരുള്ളൂ. ഇനി വൈ ഇവിടെ എത്രയായി? ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 1 ആഡ് ആയി അല്ലേ. അപ്പോൾ എക്സ് × വൈ + 1 എന്ന് വന്നു. ഇവിടെ ഇപ്പോൾ വൈയുടെ കൂടെ എന്തായി? 2 ആഡ് ആയി അല്ലേ, 4 ആയി. അപ്പോൾ ഇവിടെ എത്ര ആഡ് ചെയ്യേണ്ടി വരും? വൈയുടെ കൂടെ 2 ആഡ് ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് കേസിൽ നോക്കിയൊക്കെ, ഇവിടെ എക്സ് 3 ആയിരുന്നു, ഇവിടെ 4 ആയി. അപ്പോൾ എക്സിൻ്റെ കൂടെ ഒന്ന് കൂടി, അപ്പോൾ എക്സ് + 1 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ വൈ 2 തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ വൈ എന്ന് തന്നെയാണ് വരിക. നെക്സ്റ്റിൽ ഇവിടെയൊക്കെ എത്രയാണ്? 4 ആണ്. അപ്പോൾ എക്സിൻ്റെ കൂടെ 1 ആഡ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്ത് തന്നെയാണ് വരിക? എക്സ് + 1 എക്സ് + 1 എന്ന് തന്നെയാണ് വരിക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും, എക്സ് + 1 × വൈ + 1 എന്ന് വന്നു. ഇവിടെ ആകുമ്പോൾ 4 × എന്ന് പറയുമ്പോൾ 3യുടെ കൂടെ ആഡ് ആയില്ല. അപ്പോൾ എക്സ് + 1 × വൈ + 2 എന്ന് വന്നു അല്ലേ. 2ൻ്റെ കൂടെ 2 4. ഇനി ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെയൊക്കെ എത്രയാണ്? 3ൻ്റെ കൂടെ 2 ആണ് ആഡ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് + 2 എന്ന് വന്നു. ഇനി ഇവിടെ വൈയുടെ പ്ലേസിലോ, വൈയുടെ കൂടെ ഇവിടെ വൈ ആണ്, ഇവിടെ വൈയുടെ കൂടെ 1 ആഡ് ആയിട്ടുണ്ട്, ഇവിടെ വൈയുടെ കൂടെ 2 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓൾജിബ്രായിക് ഫോമാറ്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ സം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡയഗണൽ സം എന്ന് പറയുന്നത് ഏതാ? ഇതാണ് അല്ലേ. ഡയഗണൽ സം ഈക്വൽ ടു ഏതാണ് ആദ്യം? ഈ ഡയഗണൽ സം അല്ലേ. ഏതൊക്കെയാണ്? എക്സ് വൈ പ്ലസ് ഇവിടെ ഏതാ? എക്സ് + 2 × വൈ + 2. ഓക്കെ. ഇനി ഇവിടെ എങ്ങനെയാണ്? എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഇതുപോലെ തന്നെ നമ്മൾ ഇറക്കിയിട്ടു അല്ലേ. ഇനി ഇവിടെ ഇൻറ്റു ആണ് തന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? എക്സ് കൊണ്ട് വൈനെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് വൈനെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? എക്സ് × വൈ എക്സ് വൈ + 2x + 2y + 2 × 2 4 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എക്സ് വൈയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എത്ര കിട്ടും? എക്സ് വൈ + എക്സ് വൈ 2xy + 2x + 2y + 4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡയഗണൽ സം കിട്ടി. ഇനി നെക്സ്റ്റ് ഡയഗണൽ സം ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെയും ഇതും അല്ലേ. ഡയഗണൽ സം അടുത്ത് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? എക്സ് + 2 × വൈ + എക്സ് × വൈ + 2 ഇതാണ് ചെയ്യേണ്ടത് അല്ലേ. ഈക്വൽ ടു എങ്ങനെ ചെയ്യണം? ആദ്യം ഈ വൈ കൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ വരും? എക്സ് × വൈ എക്സ് വൈ പ്ലസ് എന്താണ്? 2 × വൈ 2y പ്ലസ് ഇവിടെ എങ്ങനെയാ? എക്സ് × വൈ എക്സ് × 2 ചെയ്യണം. അപ്പോൾ എക്സ് × വൈ
എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x എന്ന് കിട്ടി. ഇനി ഇതിലേതെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇവിടെ എക്സ് വൈ ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? എക്സ് വൈ പ്ലസ് എക്സ് വൈ 2xy പ്ലസ് 2x പ്ലസ് 2y എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സമ്മ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? ഡിഫറൻസ് എങ്ങനെയാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുക? 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 അല്ലേ? നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സമ്മ്. ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം? രണ്ടാമത് കിട്ടിയത് ഏതാണ്? 2xy പ്ലസ് 2x പ്ലസ് 2y കുറയ്ക്കണം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെയൊക്കെ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? 0 തന്നെയാണ് അല്ലേ കിട്ടുക? സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് 0 കിട്ടും. ദെൻ എത്ര കിട്ടും? ഇവിടെ 4 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. Therefore, we get the difference as 4 in all such squares. Third one എന്താണ്? What about square of 16 numbers അല്ലേ? ഇതുപോലെ തന്നെയുള്ള 16 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന്. ഇതിൽ എത്രയാണോ? 9 നമ്പേഴ്സ് ഉള്ളൂ അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ 16 നമ്പേഴ്സ്. 16 നമ്പർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടി വരും? 4 ഇൻറ്റു 4 എടുക്കേണ്ടി വരും അല്ലേ? 4 റോസും 4 കോളംസും വേണം. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഒരു റോയും ഒരു കോളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു റോയും ഒരു കോളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്പർ വരിക? 3യുടെ ടേബിൾസ് ആയിരുന്നു അല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ എത്ര വരിക? 3 ഇൻറ്റു 4 കഴിഞ്ഞു. ഇനി 3 ഇൻറ്റു 5 അല്ലേ 15 വരും. 4 ഇൻറ്റു 5 20 വരും. 5 ഇൻറ്റു 5 25 വരും. ഇവിടെ ഇനി 5 കഴിഞ്ഞാൽ 6 ആയിരിക്കും അല്ലേ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 2ൻ്റെ ആയിരുന്നു. 6 ഇൻറ്റു 2 12, 6 ഇൻറ്റു 3 18, 6 ഇൻറ്റു 4 24, 6 ഇൻറ്റു 5 30. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് കിട്ടി? ടേബിൾ കിട്ടി. ഇനി ഡയഗണൽ സം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 6ഉം 30ഉം അല്ലേ? അപ്പോൾ 30 പ്ലസ് 6 ഈക്വൽ ടു 36. ഇനി നെക്സ്റ്റ് ഡയഗണൽ ഏതാണ്? 12ഉം 15ഉം. 12 പ്ലസ് 15 ഈക്വൽ ടു 27 എന്ന് കിട്ടി അല്ലേ? ഇനി ഡിഫറൻസ് ഏതാണ്? 36 മൈനസ് 27 ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ ഡിഫറൻസ് വരുന്നത് 9 എന്ന് ഡിഫറൻസ് കിട്ടി. ഇനി എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. എങ്ങനെയാണ് ഓൾജിബ്ര യൂസ് ചെയ്യാമെന്ന് അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റുക? 3യുടെ ടേബിളിൽ 3 ഇൻറ്റു 2 അല്ലേ? 3 ഇൻറ്റു 3 3 ഇൻറ്റു 4 3 ഇൻറ്റു 5 അങ്ങനെ ഓരോന്നെ 4ൻ്റെ 5ൻ്റെ 6ൻ്റെ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്തിനു മാറ്റുക? ഈ ടേബിളിനെ മാറ്റുക. ഇനി എന്ത് ചെയ്യണം? ഇതിൽ എക്സ് ഈക്വൽ ടു 3 എന്നും വൈ ഈക്വൽ ടു 2 എന്നും കൊടുക്കുക അല്ലേ? ഇതിലത്തെ എക്സിന് 3നെ എക്സ് എന്നും കൊടുത്തു, 2നെ വൈ എന്നും കൊടുത്തു അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്ന് വന്നു അല്ലേ? അപ്പോൾ ആദ്യത്തെ ടേബിളിൽ എക്സ് വൈ എന്നാണ് ഫോർമാറ്റ് വന്നത്. നമുക്ക് ഏതൊക്കെ ടേബിളാണ് ഇവിടെ ആവശ്യം? ഡയഗണൽ സമ്മ് കാണാൻ ആദ്യത്തെയും ഈ ലാസ്റ്റൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ടേബിളിന് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എന്നിവിടെ കൊടുത്തു. ഇനി ലാസ്റ്റത്തെ ടേബിൾ അല്ലേ ഡയഗണൽ എങ്ങനെ വരുന്നത്? ഈ എക്സ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ഇവിടെ എത്ര കിടക്കുന്നത്? 6 ആണ്. അപ്പോൾ 3യുടെ കൂടെ 3 ആഡ് ആയി, അതായത് എക്സിൻ്റെ കൂടെ 3 ആഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 3 എന്ന് കൊടുത്തു. ഇനി ഇവിടെ 5 ആണ്, വൈ ഈക്വൽ ടു 2 ആണ് അല്ലേ? അപ്പോൾ 2 പ്ലസ് 3 ആണ് 5. അപ്പോൾ എക്സിൻ്റെ കൂടെ 3 ആഡ് ആവണം. അപ്പോൾ എക്സ് അല്ല വൈ അല്ലേ? വൈയുടെ കൂടെ 3 ആഡ് ആവണം. വൈ പ്ലസ് 3 എന്ന്. ഇനി ഇവിടുത്തെ ഏതൊക്കെയാണ് ഡയഗണൽ വേണ്ടത്? ഇവിടുത്തെ 6 ഇൻറ്റു 2ഉം 3 ഇൻറ്റു 5ഉം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്? 6 എന്ന് പറയുന്നത് എക്സ് 3 ആയിരുന്നു. അപ്പോൾ 3 പ്ലസ് 3 ആണ് 6 വരുന്നത് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 3 ആണ് ഇവിടെ വരേണ്ടത്. എക്സ് പ്ലസ് 3 ഇൻറ്റു ഇനി ഇവിടെ വൈ എത്രയാണ്? ഇവിടെ 2 തന്നെയാണ് അല്ലേ? വൈ നമുക്ക് 2 തന്നെയാണ് വേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ എന്ന് കൊടുത്തു. ഇനി ഇവിടെയോ? ഇവിടെ 3 ഇൻറ്റു 5 ആണ്. എക്സിൻ്റെ പ്ലേസിൽ 3 തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്ന് തന്നെ കൊടുത്തു. വൈയുടെ പ്ലേസിൽ 5 ആണ് കിടക്കുന്നത്, അതായത് 2ൻ്റെ കൂടെ 3 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ വൈയുടെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യണം കണ്ടോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡയഗണൽ മാത്രം എടുത്ത് എഴുതിയാലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ ഡയഗണൽ സമ്മ് ഏതാണ്? എക്സ് വൈ പ്ലസ് ഏതാണ്? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ്
3 ഇൻറ്റു വൈ പ്ലസ് 3 അല്ലേ ഈക്വൽ ടു എന്ത് വരും എക്സ് വൈ അതുപോലെ തന്നെ എഴുതി പ്ലസ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 3 എന്നാണ് 3 ഇൻറ്റു വൈ 3 ഇൻറ്റു 3 അല്ലേ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 3 3x പ്ലസ് 3 ഇൻറ്റു വൈ 3y പ്ലസ് 3 ഇൻറ്റു 3 9. ഓക്കെ ഇനി ഇതിൽ ഏത് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്കപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ എത്ര വരിക 2xy പ്ലസ് 3x പ്ലസ് 3y ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ സമം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഏതാണ് സമം കാണേണ്ടത് ഇത് അല്ലേ ഇതാണ് ഇതും ഈ എക്സ് ഇൻറ്റു വൈ പ്ലസ് 3 അപ്പോൾ എങ്ങനെ ചെയ്യാം എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് 3 ഈക്വൽ ടു എങ്ങനെയാണ് വൈ കൊണ്ട് എക്സിനെയും 3നെ മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് കൊണ്ട് വൈനെയും 3നെ മൾട്ടിപ്ലൈ ചെയ്യണം വൈ ഇൻറ്റു എക്സ് ഏതാണ് എക്സ് വൈ തന്നെ പ്ലസ് വൈ ഇൻറ്റു 3 3y പ്ലസ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് 3x ഇതിൽ നമുക്ക് എക്സ് വൈ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എത്ര കിട്ടും എക്സ് വൈ 2xy എന്നായി അല്ലേ എക്സ് വൈ പ്ലസ് എക്സ് വൈ പ്ലസ് 3x പ്ലസ് 3y അപ്പോൾ നമുക്ക് അടുത്ത ഡയഗണലിൻ്റെ സം കിട്ടി. ഇനി എന്ത് കാണണം ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ ഡിഫറൻസ് ഈക്വൽ ടു ഏതാണ് 2xy പ്ലസ് 3x പ്ലസ് 3y പ്ലസ് 9 മൈനസ് 2xy പ്ലസ് 3x പ്ലസ് 3y എഴുതുമ്പോൾ അതേ ക്യാരക്ടേഴ്സിൻ്റെ താഴെ വേണം കേട്ടോ. ഇനി കുറയ്ക്കുമ്പോൾ എങ്ങനെ വരിക 2xy ഇവിടെ 0 അല്ലേ ഇവിടെയൊക്കെ നമുക്ക് 3y മൈനസ് 3y 0 കിട്ടും. അപ്പോൾ ബാലൻസ് ഇവിടെ ഡിഫറൻസ് എത്രയാണ് കിട്ടുള്ളൂ 9 ആണ് കിട്ടുന്നത്. Therefore we get the difference as 9 in all such 16 number squares.